ഈ വയനാട് പനമരം നെല്ലിയമ്പലത്ത് കാട്ടാനകളെ വനംവകുപ്പ് തുരത്തുകയാണ്. 2 ആനകളെ കാടുകയറ്റിയിട്ടുണ്ട്. ഒരാന ഇപ്പോഴും അമ്മാനി പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആദ്യം ആഷിഖ് റഹ്മാനുണ്ട് വിവരങ്ങളുമായി. ആഷിഖ്, എന്താണ് നിലവിലെ സാഹചര്യം? സേതു, 3 കാട്ടാനകളാണ് ഇന്ന് രാവിലെയോടുകൂടി ഇറങ്ങിയത്. അതിൽ 2 കാട്ടാനകളെ തുരത്തിയിട്ടുണ്ട്. നിലവിൽ 1 കാട്ടാനയും കൂടി തുരത്താനുള്ള ദൗത്യം മനോവ് പുരോഗമിക്കുകയാണ്. ഇത് അമ്മാനി പ്രദേശമാണ്, ഈ പനമരം ഭാഗത്ത്. ഇതിലൂടെയാണ് ഇപ്പോൾ 2 ആനകളെ തുരത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഈ ഭാഗത്തിന് ഏകദേശം ഈ ഭാഗത്തൂടെയാണ് അല്പം മുമ്പ് 2 കാട്ടാനകൾ കടന്നുപോയിട്ടുള്ളത്. ഇതിന് സമീപത്തായുള്ള ഈ കാപ്പിത്തോട്ടത്തിലാണ് 1 ആന കൂടി നിലയുറപ്പിച്ചിട്ടുള്ളത്. അതിനെ കൂടി തുരത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. ഈ ആനകൾ പൂർണ്ണമായും കാട് കയറുന്നില്ല എന്നുള്ളതാണ് വലിയ വെല്ലുവിളി. കാരണം രാവിലെ തുടങ്ങിയ ദൗത്യമാണ്. സാധാരണഗതിയിൽ ഈ ആനകളെ വൈകിട്ട് മാത്രമാണ് തുരത്താറുള്ളത്. പക്ഷേ ഇത് രാവിലെ മുതൽ തുടങ്ങിയ ദൗത്യം 10-12 മണിക്കൂറോടെ പിന്നിടുമ്പോഴും ഇപ്പോഴും ഈ ആനകളെ തുരത്താൻ കഴിഞ്ഞിട്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാവിലെ നെല്ലിയമ്പം ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഭാഗത്ത് നിന്ന് പടക്കം പൊട്ടിച്ച് ഏകദേശം ഇപ്പോൾ ഈ ഭാഗത്ത്, അതായത് ഈ അമ്മാണി എന്ന് പറയുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് 2 ആനകൾ തുരത്തെങ്കിൽ പോലും 3ാമത്തെ ആന ഇപ്പോൾ ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കൊമ്പനാനകളാണ്, വലിയ രീതിയിൽ ആക്രമണ സ്വഭാവമുള്ള കൊമ്പനാനകളാണ്. ആ പ്രദേശത്തെല്ലാം വലിയ ഭീതി ഉയർത്തി എല്ലാ ദിവസവും എത്തുന്നൊരു ആനയാണ്. അതാണ് രാവിലെയോടുകൂടി എത്തി പ്രദേശത്ത് പോകാതെ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇത് പാതിരി വനമേഖലയാണ്. ആ വനമേഖലയിൽ നിന്ന് വന്ന ആനയാണ്. ആ ആനയാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടെ തുടർന്ന്. ഇപ്പോൾ ഫോറസ്റ്റ് വാച്ചർ നമ്മളോട് ചേരുന്നുണ്ട്. ഈ ആന എപ്പോഴാണ് ഈ പ്രദേശത്ത് എത്തിയത്? ശരി ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പനമരം നെല്ലിയമ്പലത്താണ് കാട്ടാനകൾ ഇറങ്ങിയത്. ആനയെ തുരത്തുകയാണിപ്പോൾ. 2 ആനകൾ കാട് കയറി, ഒരാനയെ കാട് കയറ്റുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ്.